എക്കണോമിക്സ് പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്നാൽ വരൂ നമുക്കിന്ന് മാർജിനൽ യൂട്ടിലിറ്റി, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എല്ലാം ഒന്ന് നോക്കിയിട്ട്. നിങ്ങൾക്ക് കുറേ നാളായിട്ട് മന്തി കഴിക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നുക, പക്ഷേ നിങ്ങളുടെ പേരൻസിനോട്ട് താല്പര്യമില്ല. പക്ഷേ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ നിങ്ങളോടൊപ്പം മന്തി കഴിക്കാൻ വരികയാണ്. അപ്പം മന്തി കഴിക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ സംതൃപ്തി കിട്ടുക? ഒട്ടും സംശയിക്കേണ്ട, അത് നിങ്ങൾക്ക് തന്നെയാണ്. അതുപോലെ ആദ്യം നിങ്ങൾ കുറച്ച് മന്തി കഴിച്ചു, വീണ്ടും കുറച്ച് മന്തി കഴിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും കഴിച്ചു, അങ്ങനെ 2-3 പ്ലേറ്റ് നിങ്ങൾ കഴിച്ചു. അങ്ങനെ നിങ്ങൾ മൊത്തം കഴിച്ച മന്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ അതേ അളവിൽ യൂട്ടിലിറ്റി നിങ്ങളുടെ പേരൻസിനോട്ട് കിട്ടിയിട്ടില്ല താനും. അതുപോലെ നിങ്ങൾക്കൊരു ഐസ്ക്രീം കഴിക്കാൻ വല്ലാതെ കൊതി തോന്നുകയാണ്. അങ്ങനെ നിങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ കയറുന്നു. അപ്പോൾ ആദ്യം ഒരു ഐസ്ക്രീം കഴിക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന അതേ യൂട്ടിലിറ്റി നിങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അതായത് ഐസ്ക്രീം കഴിക്കാനുള്ള കൊതി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയുടെ സംതൃപ്തിയുടെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരും. അതാണ് നമ്മുടെ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മഴക്കാലത്തൊരു ഐസ്ക്രീം കഴിക്കുമ്പോഴും വേനൽക്കാലത്തൊരു ഐസ്ക്രീം കഴിക്കുമ്പോഴും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി വ്യത്യാസപ്പെടുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഗുണം അഥവാ സംതൃപ്തിയാണ് യൂട്ടിലിറ്റി. അതായത് ഒരു മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾ, കാലാവസ്ഥ എന്നിവ ഒരു വസ്തുവിൻ്റെ യൂട്ടിലിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മന്തി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ യൂട്ടിലിറ്റിയും നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കിട്ടിയ യൂട്ടിലിറ്റിയും വേറെയാണ്. നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ നമുക്ക് വളരെ ഈസിയായി, രസകരമായി, എളുപ്പത്തിൽ എക്കണോമിക്സ് പഠിച്ചെടുക്കാം. അതിനു വേണ്ടത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ്. അപ്പോൾ ഒട്ടും മടിക്കാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക.